നമസ്കാരം, ഞാൻ ആയുഷ്. GFS കുളിത്തറ സ്കൂളിൽ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എന്നത്തെയും പോലെ ഇന്നും വ്യത്യസ്തമായ ഒരു പ്രവർത്തനവുമായി എത്തിയിരിക്കുന്ന കൃഷ്ണ ALP സ്കൂളിലെ ജ്യോതി ടീച്ചറാണ്. നമുക്ക് ഏറെ ഉപയോഗകരമായ വസ്തുവാണ് പ്ലാസ്റ്റിക്. അതുപോലെ ഉപദ്രവകാരിയും നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകളും ഷീറ്റുകളും ഉപയോഗിച്ച് മനോഹരമായ വസ്തുക്കൾ ഉണ്ടാക്കിയാലോ? അതാണ് ജ്യോതി ടീച്ചർ ഇന്ന് നമുക്കായി അവതരിപ്പിക്കുന്നത്. ജ്യോതി ടീച്ചറിനെ സ്നേഹപൂർവം ടാലന്റ് ലാബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ എന്റെ കൂട്ടുകാരെയും അധ്യാപകരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. കുട്ടികളെ, ഇന്ന് നമുക്ക് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറുകൾ, അതുമാതിരി ഇപ്പോൾ സാധനമൊക്കെ പോയി വരുന്ന ക്യാരി ബാഗുകളുണ്ടല്ലോ, ഈ ബാഗുകളൊക്കെ ഉപയോഗിച്ച് പൂക്കളും അതുപോലെ വേറെ ക്രാഫ്റ്റ് സാധനങ്ങളും ഉണ്ടാക്കുന്നത്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇന്ന് പഠിക്കാം. എല്ലാവരും റെഡിയല്ലേ? റെഡി ആയിരുന്നുള്ളൂ. ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു ഇരിക്കലയും അതുപോലെ ഒരു കവറും വെച്ചിട്ട് ഒരു പൂവുണ്ടാക്കൽ ആദ്യമാണ്. ആദ്യമായിട്ട് നമ്മൾ ഈ കവറ് നിവർത്തി വെച്ച് അതിൻ്റെ അടിഭാഗം മുറിച്ച് വെക്കും. അടിഭാഗം മുറിച്ച് അതിൻ്റെ കയ്യും നല്ലവണ്ണം നിവർത്തുക. ഇതുപോലെ നിവർത്തിയിട്ട് ഇതിൽ നിന്ന് നമ്മളൊരു കഷ്ണം മുറിച്ചെടുക്കുന്നു. അതിന് ഒരു കഷ്ണം മുറിച്ചെടുത്തു. ആ ഒരു കഷ്ണത്തിന് അത് കുറേ നീളം ഉണ്ടാവും. അത്ര നീളം വേണമെന്നില്ല. ഇനി അത്ര നീളം വേണമെങ്കിൽ അത്ര നീളം എടുക്കുകയും ചെയ്യാം. നോക്കുക. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടും. 2 കഷ്ണം കിട്ടി. ഇനി ഇതിൻ്റെ ഏകദേശം നേരെ നടുവിലൊന്ന് നടക്കും. ഒരു നടു നമുക്ക് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒന്നുമില്ല. ഇനി നമ്മൾ ഒരു ഈർക്കല എടുക്കണം. ഈ ഈർക്കലയുടെ തലപ്പത്ത് ഒന്നുകിൽ നിങ്ങൾക്കൊരു നൂല് കെട്ടാം, അല്ലെങ്കിൽ ഒരു മുത്ത് ആ ഈർക്കലയുടെ തലപ്പത്ത് നമ്മൾ വയ്ക്കണം. ഒരു മുത്തെടുത്തിട്ട് ഈ ഈർക്കലയുടെ തലപ്പത്ത് വയ്ക്കുക. നമ്മൾ ഒരു മുത്ത് വയ്ക്കണം. പിന്നെ നമ്മൾ മുറിച്ച ആ പേപ്പർ അതിൻ്റെ നടുവിൽ കൂടി ഈ ഈർക്കല വെറുതെ കോർക്കുക. ജസ്റ്റ് കോർക്കണല്ലോ. അതോട് ഇങ്ങനെ കുത്ത്, ഇങ്ങനെ കോർക്കുക, വീണ്ടും കുത്ത്, കോർക്കുക. അങ്ങനെ ആവാനും നല്ലവണ്ണം ശ്രദ്ധിക്കും. അത് നേരത്തെ എടുത്ത മാതിരി തന്നെ ഉള്ളിനുള്ളിൽ എടുക്കുക ചെയ്ത് അവസാനം അതൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തടുത്ത് വെട്ടുക. കവറുക. അങ്ങനെ അടുത്തടുത്ത് ഇതേപോലെ വെട്ടുക. എല്ലാ വേദനയും വിളക്കി വെക്കുക. അപ്പോൾ വെട്ട് വരാത്തത് എവിടെയെന്ന് വെച്ചാൽ അവിടെ വീണ്ടും നമ്മൾ വെട്ടി കൊടുക്കുക. അടുപ്പിച്ച് വെട്ടുക. നല്ല ഭംഗി ഉണ്ടാവും. അത് അടുപ്പിച്ചടുപ്പിച്ച് കിട്ടി. അത് കുറേ
ഇതളുണ്ടെങ്കിൽ ഇത് അതുപോലെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. അടുപ്പിച്ചടുപ്പിച്ച് വെട്ടുക. കുറേ ഇതെല്ലാം കൂടി ഉണ്ടാകുമ്പോൾ നല്ല ഉണ്ടായിട്ട് നല്ല ജമന്തി പൂമാരി കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഇത് മുഴുവൻ നമ്മൾ പുറത്തത് മുഴുവൻ മുകളിലേക്ക് കയറ്റിയാണ്. മുകളിലേക്ക് കയറ്റുമ്പോൾ തിരിച്ച് കയറ്റിക്കോളും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കയറ്റുക. അത് പോയില്ല, അത് ഇതായില്ലേ, പിന്നെ ഇതാക്കി വെച്ചില്ലേ, നിർത്തിയോ കൊടുക്കുന്ന വീട് കണ്ടു നിർത്തണ വീട്. അത് നിർത്തില്ല. ആദ്യം കയറ്റാം. പൂവുണ്ടാക്കാൻ ഈ കൈ നമുക്കാണ് വെട്ടിയിടുക സഞ്ചിൽ. പൂവുണ്ടാക്കാൻ ഈ കൈ നമുക്കാണ് വെട്ടിയിടുക സഞ്ചിൽ. ഇതിൻ്റെ കയ്യ് മുറിച്ചെടുക്കാം. കൈ മുറിച്ചെടുത്ത് ഇനി ഈ കവർ നമ്മൾ നിവർത്തണം. നമ്മൾ നിവർത്തിയിട്ട് നമ്മൾ മുറിച്ചെടുത്തില്ലേ അതിൻ്റെ ഉള്ളിൽ വയ്ക്കും. ഉള്ളിൽ വെച്ച് ഇതാ. അപ്പോൾ അതേ വലിപ്പത്തിൽ ഒരു കഷ്ണം ഇതിൽ നിന്ന് മുറിച്ചെടുത്തു. ഇനി വീണ്ടും വയ്ക്കും. വീണ്ടും വയ്ക്കുക. മുറിച്ചെടുത്തു. അങ്ങനെ ഈ കവറിൽ നിന്ന് എത്ര എണ്ണം കിട്ടുമോ അത്ര എണ്ണം മുറിച്ചെടുക്കുക. കവർ വേറുണ്ടെങ്കിൽ അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഏതെല്ലാം കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഞാൻ ഒരു കവറും കൂടി എടുക്കുകയാണെങ്കിൽ ചെറിയൊരു കവറായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു കവറും കൂടി എടുത്ത് അതിൽ നിന്നും കൂടി ഏതെല്ലാം എടുക്കുകയാണ്. ഇനി നമ്മളൊരു കമ്പിടെ കഷ്ണം എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പിടിച്ചതിൽ അതിൻ്റെ അടിഭാഗത്ത് ഈ കമ്പി വെച്ച് മുറുക്കുക. നന്നായിട്ട് ടൈറ്റായിട്ട് മുറുക്കുക. ഇനി നിങ്ങൾ ഓരോ ഇതളും കൂടെ വിളർത്തി നോക്കൂ. മനോഹരമായ ഒരു പൂവ്, കുറേ ഇതളുള്ള പൂവ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെയും നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ നോക്കിയിട്ട് എവിടെയെങ്കിലും അധികം ഉണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ നമ്മൾ ഒന്നും കൂടി വൃത്തിയാക്കി നോക്കി. അപ്പോൾ ഇത് അങ്ങനെ വേറെ കളർ കൊണ്ടുണ്ടാക്കി അതെല്ലാം കൂടി കൂട്ടി കെട്ടിയിട്ട് ഒരു ബൊക്കെ പോലെ നമുക്ക് ആക്കി വയ്ക്കാം. ഒരേ കളർ മാത്രമുള്ളതാണെങ്കിൽ ഇത് മഞ്ഞ കൊണ്ട് ഞാൻ ചെറിയ ചെറിയ പൂ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു ബൊക്കെ പോലെ നമുക്ക് ആക്കി വയ്ക്കുകയും ചെയ്യാം. ഇത് നമുക്ക് വെറുതെ ചുറ്റി വെച്ചാൽ മതി. ഇതിൻ്റെ പിൻഭാഗത്ത് ഇവിടെ ഈ കമ്പി കാണാതിരിക്കാം. ഇവിടെ ഫ്ലവർ ടൈപ്പ് ഉണ്ട്. ആ ഫ്ലവർ ടൈപ്പിൽ കുറച്ച് ഫെവിക്കോളാക്കിയിട്ട് ഇതിൽ ചുറ്റുക. അങ്ങനെ ആ പൂവ് വരിക. അത് നേരത്തെ എടുത്ത മാതിരി തന്നെ ഉള്ളിൽ എടുക്കുക ചെയ്ത് അവസാനം അതൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തടുത്ത് വെട്ടുക. കവറുക. അങ്ങനെ അടുത്തടുത്ത് ഇതേപോലെ വെട്ടുക. ഇല്ലായതണം. വിളക്കി വെക്കുക. അപ്പോൾ വെട്ട് വരാത്തത് എവിടെയെന്ന് വെച്ചാൽ അവിടെ വീണ്ടും നമ്മൾ വെട്ടി കൊടുക്കുക. അടുപ്പിച്ച് വെട്ടുകയാണ്. നല്ല ഭംഗി ഉണ്ടാവും.
അത് അടുപ്പിച്ചടുപ്പിച്ച് വെക്കുക. അത് കുറേ ഇതളുണ്ടെങ്കിൽ ഇത് അതുപോലെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. അടുപ്പിച്ചടുപ്പിച്ച് വെട്ടുക. കുറേ ഇതെല്ലാം കൂടി ഉണ്ടാകുമ്പോൾ നല്ല ഉണ്ടായിട്ട് നല്ല ജമന്തി പൂമാരി കിട്ടും. ഞാൻ കേരി ബാഗിൽ ഞാനിത് 1, 2, 3, 4 കഷ്ണങ്ങൾ മുറിച്ചു. കുറേ നീളം വേണമെങ്കിൽ അങ്ങനെയാവാം. ചെറുതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 4 മീതക്ക് മീതെ വെച്ചു. വെച്ചിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും മടക്കുക. ഒരു ഇങ്ങോട്ട്, പിന്നെ പിന്നിലേക്ക്, വീണ്ടും മുന്നിലേക്ക്, പിന്നിലേക്ക്, മുന്നിലേക്ക്, പിന്നിലേക്ക്, മുന്നിലേക്ക്. ആ രീതിയിൽ നമ്മൾ മടക്കുക. അപ്പം നമുക്കിങ്ങനെ കിട്ടും. ഇനി ഇതിൻ്റെ നടുവിൽ നമ്മൾ കമ്പി വയ്ക്കും. കമ്പിയുടെ കഷ്ണം എടുത്തിട്ട് നേരെ നടുവിൽ വയ്ക്കും. നേരെ നടുവിൽ വെച്ചിട്ട് നമ്മൾ ചുറ്റുന്നു. നേരെ നടുവിൽ വെച്ച് ചുറ്റുക. എന്നിട്ട് ഇവിടെ ഇനി ഇത് നമ്മൾ 4 ഇതളല്ലേ, 4 കഷ്ണം വെച്ചാൽ അപ്പം നമുക്ക് 4 ഇതളുണ്ടാവും. ആ ഓരോ ഇതളും മുകളിലേക്ക് പൊന്നിക്കുക. ആദ്യത്തെ 1, രണ്ടാമത്തെ 1, 3, 1, 4, 1 ഒരു ഭാഗത്തെയായി. അതേപോലെ ഈ ഭാഗം നല്ല പറഞ്ഞു. ഒരു പൂവായി. വെട്ടി ശരിയാക്കി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ നടുവിൽ ഒരു മുത്ത് വേണമെങ്കിൽ നടുവിലൊരു മുത്ത് വയ്ക്കാം. അപ്പോൾ മുത്തോട് കൂടിയിട്ടുള്ള പൂവാണ്. അങ്ങനെ കുറേ എണ്ണം ഉണ്ടാക്കി നമുക്ക് കൊല കൊലയായിട്ട് വെക്കാം. ഇതാ അതേമാതിരി ചോപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരു 5 എണ്ണം ഉണ്ടാക്കി. ഒന്ന് വെച്ചു. അതിനോട് അടുപ്പിച്ച് തന്നെ ഇതാ 1 കൂടി നമ്മൾ 2 കൂടി ഒന്ന് വെറുതെ ചുറ്റി കൊടുത്താൽ മതി. ഇപ്പം 2 എണ്ണമായി. പിന്നിതാ ഇതെല്ലാം ഇത് അങ്ങനെ ഉണ്ടാക്കിയ ചെറിയ പൂവാണ്. ചെറിയ ഇതെടുത്തിട്ട് നമുക്ക് വലിയ ബൊക്കെ പോലെ ഉണ്ടാക്കി വയ്ക്കാം. എളുപ്പമുണ്ടാക്കി എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? ഉണ്ടാക്കി നോക്കൂട്ടോ. ഈ ക്യാരി ബാഗുകൾ ഉപയോഗിച്ചിട്ട് ഒരു മാറ്റ് ഉണ്ടാക്കും. അതിന് നമുക്ക് വേണ്ട, നമുക്ക് എത്ര വലിപ്പമാണോ വേണ്ട അത്രയും പോകുന്ന ഒരു വട്ടം എടുക്കുക. ഞാൻ തൽക്കാലം ഒന്ന് ചെറുത് കാണിച്ചു തരികയാണ്. പിന്നെ ഇതുപോലെയുള്ള കഷ്ണങ്ങൾ, ചതുര കഷ്ണങ്ങൾ എടുക്കുക. എന്നിട്ട് ആദ്യം ഇങ്ങോട്ട് മടക്കുക. നേരെ നടുവൊന്ന് നോക്കുക. അത് നോക്കിയിട്ട് നമ്മൾ തോണിക്ക് മടക്കണ പോലെ ഇങ്ങനെയും ഇങ്ങനെയും മടക്കുക. ഇങ്ങനെയും മടക്കുക. എന്നിട്ട് ഈ ഭാഗം നടുവിലേക്ക്, ഈ ഭാഗവും നടുവിലേക്ക്, ഇങ്ങനെ ഇങ്ങനെ, ഈ ഭാഗം ഇങ്ങോട്ട്, ഈ ഭാഗവും ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടും നമുക്ക്. ഈ വട്ടം വെട്ടിയിട്ടുണ്ടല്ലോ, ആ വട്ടത്തിൽ വയ്ക്കുക. വെച്ചിട്ട് ഞാൻ തുന്നാണ് ചെയ്യുക. വേഗം കാണിക്കാൻ വേണ്ടി സ്റ്റാപ്ലർ എടുക്കുക. അപ്പോൾ ഇങ്ങനെ നിൽക്കും. അങ്ങനെ നമ്മൾ ഈ വട്ടം മുഴുവന് വയ്ക്കുക. അതുകൊണ്ട് ഒറ്റ വരിയിൽ തന്നെ അപ്പോൾ ആ വട്ടം മുഴുവനും കൂടെ നിറഞ്ഞു.
ആർക്കും ഓർമ്മയില്ല? ഒന്നിങ്ങടെ ഒന്നിങ്ങടെ ഇവിടെ ത്രികോണം പോലെ വരും. പിന്നെ ഈ ഭാഗം ഇവിടേക്കും ഈ ഭാഗം ഇങ്ങോട്ടും ഇങ്ങനെയാണ് വരിക. മടക്ക് ഇതാണ്. എന്നിട്ട് ഞാൻ സ്റ്റാപ്ലർ അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ തുന്നാണ് ശരിക്കും വേണ്ടത്. അത് നമുക്ക് എത്ര വലിപ്പം വേണമെങ്കിൽ അത്രയും വലിപ്പത്തിലാക്കാം. എല്ലാം കഴിഞ്ഞ് അതിൻ്റെ നടുവിൽ വല്ല പൂവോ അല്ലെങ്കിൽ വട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി. ഞാനത് കംപ്ലീറ്റ് ആക്കിയത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയതാണ് ഇത്. അടിയിൽ വലിയ വട്ടുണ്ട്. ഇത് തുന്നിയിരിക്കുകയാണ്. ആ വട്ടത്തിൽ ഓരോ വരി ആയിട്ട് നമ്മൾ വെക്കുകയാണ്. ആദ്യം അവസാനത്തെ അതാണ് ഇപ്പോൾ ഇത്. അവസാനത്തെയാണിത്. പിന്നെ ഇനി ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവസാനം ഒരു ഇതോ അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഇവിടെ ഒരു ഇതാണ് വെച്ചിട്ടുള്ളത്. ഇത് അതുപോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഫ്രെയിം ചെയ്തൊക്കെ തൂക്കാം, ഉപയോഗിക്കാം. വേറെ രീതിയിൽ ഇത് ചതുരത്തിലുള്ളതാണ്. മറ്റത് വട്ടത്തിലായിരുന്നു, ഇത് ചതുരം. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ തുണി ചതുരമായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ചതുരത്തിലുള്ളത് കിട്ടും. വട്ടമാണ് എടുത്ത് വെച്ചാൽ വട്ടത്തിലുള്ളതും കിട്ടും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്കിത് ചെയ്തിട്ട് ഇത് ശരിയായിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ ഇത് മാത്രമായിട്ട് ടീച്ചർ ഒരു ക്ലാസ് എടുത്തു തരാം കേട്ടോ. ഇത് നോക്കൂ, ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിൽ എന്താ വെച്ചാൽ ഇതിലൊരു മടക്കും കൂടി വന്നു നേടും. അത് കാണിച്ചു തരാം. ആദ്യം ഒരു മടക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഈ കോണായിട്ട് ഇങ്ങനെ തന്നെയാണ് മടക്കിയിട്ട് ഞാൻ എടുത്തത്. പിന്നെ അങ്ങനെയാണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഇങ്ങടെ ഒരു മടക്ക്, ഇവിടേക്ക് ഒരു മടക്ക്, പിന്നെ അത് ഇങ്ങനെ കൂട്ടിയിട്ട് അതാണ് ഇത്. അഥവാ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് മാത്രമായിട്ട് ഒരു ദിവസം വേണമെങ്കിൽ ഒരു ക്ലാസ് എടുത്തു തരാം. നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി നമ്മൾ ഇതിൽ നിന്ന് ചതുര കഷ്ണങ്ങൾ വെട്ടിയെടുക്കുക. കവറിൽ നിന്ന് ചതുര കഷ്ണങ്ങൾ വെട്ടിയെടുക്കുക. നമുക്ക് എത്ര കഷ്ണമാണോ വേണ്ടത് അത്രയും കഷ്ണങ്ങൾ വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ മടക്കുന്നു, ഒന്നുകൂടി മടക്കുന്നു. ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം 1, പിന്നെ 1. അപ്പോൾ ചതുര കഷ്ണത്തിൽ നമ്മൾ മടക്കുന്നു. വീണ്ടും ഇത് ഈ ഭാഗത്ത് പിടിച്ച് ഇങ്ങോട്ട് മടക്കും. അപ്പം നമുക്കിതുപോലെ ത്രികോണം പോലെ കിട്ടും. ഇനി നമ്മൾ ഇവിടുന്നും കൂടെ ഒരു പൂവിൻ്റെ ഇതൾ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ വരച്ച ഭാഗം വെട്ടിയെടുക്കുക. നിവർത്തിയാൽ 4 ഇതളുള്ള ഒരു പൂവാവും. 4 ഇതളുള്ള പൂവ്. ഒന്നുകൂടി കാണിച്ചു തരാം. ഒന്നുകൂടി മടക്കുന്നു, ഒരിക്കൽ കൂടി മടക്കുന്നു. 2 മടക്ക് മടക്കി, ഇനി ഒന്നുകൂടി മടക്കി. നമ്മളിവിടെ നിങ്ങളുടെ പൂവിൻ്റെ ഇതള് വെട്ടിയെടുക്കണം. നിവർത്തിയാൽ 4 ഇതളുള്ള ഒരു പൂവായി. ഇത് തന്നെ നമ്മൾ ഒന്ന് ഇങ്ങോട്ട് മടക്കി, ആ മടക്കൊക്കെ അതേമാതിരി തന്നെ ഇങ്ങോട്ടും മടക്കി ഇവിടേക്കും മടക്കി. ഒരു മടക്കും കൂടി നമ്മൾ മടക്കുകയാണെങ്കിൽ നമുക്ക് 8 ഇതളുള്ള ഒരു പൂവ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം എങ്ങനെയാണെങ്കിൽ മടക്കി വീണ്ടും മടക്കി ഇങ്ങനെ മടക്കി. ഇനി കണ്ടോളൂ, ഒന്നുകൂടി മടക്കി കോണായിട്ട് 2 പ്രാവശ്യം മടക്കിയിട്ട് നമ്മൾ ഇതളിൻ്റെ ആകൃതിയിൽ നമ്മൾ വെക്കുക. ഇത് നിവർത്തി നോക്കിയാൽ ഇത് 8 ഇതളുണ്ടാവും. 8 ഇതളുള്ള ഒരു പൂവായി. ഇതിങ്ങനെ കോർത്തിട്ടും നിങ്ങൾക്ക് പൂവുണ്ടാക്കാം. ചിലപ്പോൾ കാണിക്കണത് വേറെ രീതിയിൽ പൂവുണ്ടാക്കണത് ആണ്. ഇനി നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഇതളിങ്ങനെ പിടിക്കുക. ഇതിങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ തലപ്പത്ത് മാത്രം ഒന്ന് കാണിക്കുക. എന്നിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ
അമർത്തുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കൈയൊന്നും പൊള്ളരുത്. വീട്ടിലുള്ള മുതിർന്നവരുടെ സഹായത്തോടു കൂടി മാത്രമേ കുട്ടികൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ തലപ്പൊന്ന് ചുരുണ്ട് കിട്ടി നമുക്ക്. അങ്ങനെ നമ്മൾ വെട്ടിയ എല്ലാറ്റിൻ്റെയും ഇതളുകൾ ഇതേപോലെ നമുക്ക് ആക്കിയെടുക്കാം. കണ്ടോളൂ. ഒന്ന്, അടുത്തത് 2, അങ്ങനെ 8 ഇതളുള്ള വെട്ടി വെച്ചാൽ 8 ഇതളുള്ളതും നമ്മളിങ്ങനെ മടക്കിയെടുക്കുക. ഇനി നമ്മൾ അപ്പോൾ ഇതളുകളൊക്കെ നമ്മൾ അതുപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കമ്പി എടുക്കുക. കമ്പിയെ നേരെ നടുവിൽ വളയ്ക്കുക. കമ്പിയെ നമ്മൾ നേരെ നടുവിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പം കുറഞ്ഞത്, നമ്മൾ വെട്ടിയിൽ ചിലപ്പോൾ പല വലിപ്പത്തിലുള്ള ഉണ്ടാവും, അതിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞത് ആദ്യം നമ്മൾ കോർക്കുക. കോർക്കുമ്പോൾ നോക്കിക്കോളൂ, ഈ കമ്പിയുടെ ഒരു ഭാഗം ഇവിടെ, ഒരു ഭാഗം ഇവിടെ. ഇത് നമ്മൾ ഇങ്ങനെ കോർത്തെടുക്കുന്നു. കണ്ടോളൂ. ഇനി അടുത്ത അത് ചെറുതേതാ നോക്കുക. രണ്ടെണ്ണം കോർത്തു. അടുത്തത് കോർക്കുക. അടുത്തത് വലിപ്പം നോക്കി കോർക്കുക. അങ്ങനെ നമ്മൾ വെട്ടിവെച്ച എല്ലാ ഇതളുകളും ഇതിൽ കോർക്കാം. മുകളിലേക്കാക്കി. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ കമ്പി ഒന്ന് ചുറ്റി കൊടുക്കുക. ഇതിലും നമ്മൾ ആദ്യം കണ്ട ആ പച്ച ചുറ്റിയാൽ നോക്കൂ, നല്ല ചന്തള്ളൊരു വെള്ളപ്പൂവായില്ലേ. ഇങ്ങനെ പല കളറുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലായിടത്തും കിറ്റിലൊക്കെ കിട്ടും ഗോതമ്പ് പൊടി, അതിൻ്റെ കവർ കൊണ്ട്, ബിസ്ക്കറ്റ് പാക്കറ്റ് കൊണ്ട്, അതുപോലെ പിന്നെ ഏത് പാക്കറ്റ് കിട്ടിയാലും നിങ്ങൾക്ക് ഇങ്ങനെ ഏത് കവർ കിട്ടിയാലും അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. കൂട്ടം ടാലന്റ് ലാബ് ഓൺലൈൻ ക്ലാസ് ഇന്ന് കൈകാര്യം ചെയ്തത് കൃഷ്ണ ALPS അലനല്ലൂർ സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയായ ജ്യോതി ടീച്ചറാണ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഷീറ്റുകളും കൊണ്ട് വിസ്മയം തീർക്കാൻ നമ്മെ പ്രാപ്തരാക്കിയ ജ്യോതി ടീച്ചറെ അധ്യാപക കൂട്ടത്തിന്റെ പേരിലും എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയ സുഹൃത്ത് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി കുഴിത്തറ സ്കൂളിലെ ആയിഷിനെയും ഈ ക്ലാസ്സിന് നിറസാന്നിധ്യമായി തീർന്ന മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും എന്റെ പ്രിയ കൂട്ടുകാരെയും അധ്യാപക കൂട്ടത്തിന്റെയും എന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.